ഡേ കാണുന്ന മുട്ട ഫുള്ള് മുട്ട. ഇതൊന്നും ഇവിടെ വെച്ചോട്ടാ. ഇതേ ഡെയിലി എത്രണ്ണം കഴിക്കുക? 500 കഴിക്കാൻ പറ്റൂ, 10 കഴിച്ചാൽ മതിയാ. ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് പറയാം. ദേ 3 ആൾക്കാരെ നമ്മൾ എടുക്കണം. ഇതൊരാള് കണ്ടോ, ഒരാള്. ഇയാളെങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ല, ഡെയിലി ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആള്, ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ആക്ടിവിറ്റിയും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ആള് ഫുൾ അത്ലീറ്റ് ലെവലാണ്. എന്താ പറയാ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള്, ഒരു അത്ലീറ്റിനെ പോലെ റണ്ണിങ് പോവും, ജിമ്മിൽ പോവും. അങ്ങനെ ഈ 3 ആള് വെച്ച് നോക്കുമ്പോ ആദ്യത്തെ ആൾക്ക് 10 മുട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാല് പ്രശ്നമാവും, ആളുടെ ഓട്ടം അവിടെ നിൽക്കും. രണ്ടാമത്തെ ആൾക്ക് 10 മുട്ട വെച്ച് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഡ്രാഗ് ആവുമെങ്കിലും 10 കൊടുക്കണ്ടായിരുന്നില്ല, ഒരു 5 എണ്ണത്തിലൊക്കെ പോവാം. എന്നാ മൂന്നാമത്തെ ആൾക്ക് ആ 10 മുട്ട ഇട്ട് കൊടുത്ത് എന്തുണ്ടാവും? പ്രശ്നമില്ല, അതങ്ങട് മെൽറ്റായി അങ്ങട് പൊക്കോളും. കാരണം ആക്ടിവിറ്റി ലെവൽ ഡിഫറൻസ് ഉണ്ട് ഇതില്. അതാണ് മെയിൻ പോയിന്റ്. അല്ലാണ്ട് എത്ര മുട്ട കഴിക്കുന്നു എന്നല്ല. മനസ്സിലായില്ലേ? പല ഇംബാലൻസ് വരാം. ഒരു പരിപാടിയും ചെയ്യാത്ത ആള് 10 മുട്ട എടുത്തു കഴിഞ്ഞാല്. മനസ്സിലായ എത്രയുള്ളോ?